ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പൂച്ച അഡോപ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് അപ്ഡേറ്റ് പറഞ്ഞു തരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ പൂച്ചയെ ഇവിടെ നിർത്തിയിട്ട് നാട്ടിൽ പോകുമ്പോൾ കുറച്ച് വിഷമമുണ്ടെന്ന്. അപ്പോൾ ഈ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പൂച്ചയെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന വഴിക്കുള്ള വീഡിയോ ആണ്. ആളിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് 3 മാസം ആയിട്ടേ ഉള്ളൂ. നല്ല കളിയും അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് പൂച്ചയെ പറ്റിയിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം സമ്മറിൽ നമ്മളൊന്ന് പൂച്ചയോ പട്ടിയോ അങ്ങനെ ഒരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് SPCAയിലും അങ്ങനെ പെറ്റ് സ്മാർട്ടിലും ഒക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്കത് പറ്റിയില്ല. ഈ വർഷം എന്തായാലും നമ്മളൊരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്തു. ലില്ലി ബീൻ എന്നാണ് പേര്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് മാറ്റാം. ഇത് പൂച്ചയെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന പേരാണ്. അപ്പോൾ നമ്മൾ ആ പേര് തന്നെ വെച്ചിരുന്നു. പെറ്റ് അഡോപ്ഷൻ എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാണ്. പക്ഷെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് അതിൻ്റെ വാക്സിനേഷനും കാര്യങ്ങളും ഒക്കെ ചെയ്തതിൻ്റെ ഒക്കെ ആ ഒരു പ്രൈസ് നമ്മൾ പേ ചെയ്തിട്ടാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അഡോപ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ SPCAയിൽ കോൺടാക്റ്റ് ചെയ്താൽ പറ്റും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഷെൽട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള പെറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് പോയി കണ്ടിട്ട് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് അതിനുള്ള ലിറ്റർ ബോക്സും അല്ലെങ്കിൽ പെറ്റിനെ ക്യാരി ചെയ്യാനുള്ള ബോക്സ്, അതിൻ്റെ ഫുഡ്, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തന്നിട്ട് നമ്മൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം പോയി അഡോപ്റ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഒരു ഡോഗിനെയാണ് പെറ്റായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെൽട്ടറിൽ പോയി കണ്ടതിന് ശേഷം ഒരു 10-15 മിനിറ്റ് അതുമായിട്ട് ഒന്ന് വാക്കിനൊക്കെ പോയിട്ട് അത് ഇണങ്ങുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പൂച്ചയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേജിൽ കയറിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് കയ്യിലെടുത്ത് വെച്ചിട്ടോ ഒക്കെ ഒന്ന് പെറ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അതിന് ശേഷമാണ് നമുക്ക് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കേണ്ടത്. അപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവർ പറഞ്ഞു തരും. അത്യാവശ്യം സപ്പോർട്ടീവ് ആണ്. അപ്പം നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഹെൽപ്പ് എല്ലാം അവർ പറഞ്ഞു തരും. അതുപോലെ അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ റെൻറ്റിനാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന സ്ഥലത്ത് പെറ്റ് അലൗഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ന്യൂ പെറ്റ് പേരൻ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളതിനെ അഡോപ്റ്റ് ചെയ്യുന്നതിൽ നിന്നും ചെറിയ ബേബീസിനെ അഡോപ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു, പെട്ടെന്ന് ഇണങ്ങി കിട്ടാനായിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ. താങ്ക് യു ഫോർ വാച്ചിങ് വാൽക്കണ്ണാടി.